മദ്യം, അത് മദ്യം കുടിക്കരുത്, മദ്യം കലക്കരുത്, മദ്യം വിൽക്കരുത്, അല്ലേ? അന്ന് മുഴുവനുണ്ടായിരുന്നത് ഈ തെങ്ങും കള്ളാണ്. അത് ചെത്താൻ പോകരുത്. അത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കച്ചവട ലോകരേന്. അപ്പൊ ആ സമുദായവുമായിട്ട് ശ്രീനാരായണ ഗുരു മഹാദേവനുമായിട്ട് എന്ത് പുലബന്ധമില്ല. അപ്പോഴാ പിണറായി പറയുന്നത് എന്താ പറയുന്നത്? ഓ, ശ്രീനാരായണ ഗുരുവിനേക്കാളും മേലെയാണ് ആര്? ഈ പറയുന്ന ആള്. ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? കേരളത്തിന് മുഖ്യമന്ത്രി. അദ്ദേഹം ഇപ്പൊ ഇരിക്കുന്ന കസാലയിൽ ഇരുന്ന ആളുകളുടെ പേരൊന്നും ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതുപോലെ ആ സമുദായത്തെ ഇങ്ങനെ എന്താ പറയാ സമൂഹത്തിന്റെ മുന്നിൽ വഷളാക്കിയ ഒരു എന്താ പറയാ ഒരു സാമുദായിക നേതാവ് ഉണ്ടാവില്ല. ഇപ്പൊ നിമിഷപ്രിയ പ്രശ്നം നോക്കൂ നിങ്ങള്. നിമിഷപ്രിയ പ്രശ്നത്തിൽ ബഹുമാന്യായ AP ഉസ്താദ് ഇടപെട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ. എന്നും സാഹൂതം ഇത് കാതോർത്ത് നിൽക്കുക. അത് നല്ലൊരു ഘട്ടത്തിലേക്ക് അത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഈ പെറ്റുകുട്ടലുമായി ബന്ധപ്പെട്ട് വന്ന് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇവിടെ ഇപ്പം നമ്മൾ നിരവധിയായ ദുരന്തം കഴിഞ്ഞു. നിലമ്പൂരിലെ വലിയ കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് ഞാൻ ഇയാളെ അവിടെ എവിടെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? ഒരു 100 റുപ്യൻ്റെ 2 പാക്കറ്റ് ബ്രെഡ് ഇതാ SNDPന്റെ വക അവിടെ കൊടുക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തയച്ചിട്ടില്ല. ഈ വയനാട് ദുരന്തത്തിന്റെ മുൾമുനയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഒരു ചാക്ക അരിയും ആ സമുദായത്തിന്റെ പേര് പറഞ്ഞിട്ട്. ഈ നാട് കണ്ട ഈ ദുരന്തങ്ങളിൽ എവിടെയെങ്കിലും വെള്ളപ്പള്ളി നമ്മളാരെയും കണ്ടോ? അതാരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ഈ തെറി പറയുന്നത്. ഒരു വീട്, ഒരു അരവീട്. അപ്പൊ എന്ത് സാമുദായിക ഉത്തരവാദിത്വം. പിന്നെ പറയുന്നത് എന്റെ സമുദായത്തിനൊന്നും കിട്ടിയില്ല എന്നാണ്. ആ സമുദായത്തിന് കിട്ടാത്തതിന്റെ ഉത്തരവാദി ആരാ? ഇങ്ങേരനല്ലേ? എത്രയോ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ല ഇതിന്റെ ഉത്തരവാദി ആരാ? 10-15 വർഷമായില്ലേ കസാരയിൽ ഇരിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളെ ഭരിക്കാൻ പോവാ. മുസ്ലിമിന്റെ മുഖ്യമന്ത്രി വരും, വേറൊരു ഭാഷ. എന്തേ മുസ്ലിമിന് മുഖ്യമന്ത്രിയെ പറ്റൂലേ? മുസ്ലിം ഇവിടെ ആകെ 36 ദിവസമേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി, നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ 3 തവണ ആർ ശങ്കർ അടക്കം, VS അടക്കം, പിണറായി അടക്കം പതിറ്റാണ്ടുകൾ കേരളം. അദ്ദേഹം ഈ പറയുന്ന സമുദായത്തിന്റെ ജനിച്ചവരാണ്. അവരൊന്നും ആ സമുദായവാദികളാണെന്നുള്ള അഭിപ്രായമല്ല കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആയത് അദ്ദേഹം പറയുന്ന ഈ സമുദായത്തിന്റെ ആളുകളാണ്. പിണറായിന്റെ സ്വന്തം ആളാണല്ലോ. എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ഈ കരയുന്ന ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 9 കൊല്ലായില്ലേ? അപ്പൊ ഇതിലൊക്കെ ഇത് വസ്തുത. വെറുതെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ന്യൂനപക്ഷങ്ങളെയും തെറി വിളിക്കുക. അവനവന്റെ പോരായ്മ പുറത്തേക്ക് വരുമ്പോ, അത് ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോ അതിനെ മറികടക്കാൻ ഈ വർഗീയ വിദ്വേഷം പച്ചയായി കുത്തിവെക്കുന്ന ഈ രീതിയിൽ നിന്ന് അദ്ദേഹം പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.